അധ്യായം 4. അന്നു രാത്രി സ്റ്റെല്ലയുടെ ഉറക്കം ആകെ താറുമാറായി. കണ്ണടച്ചാലുടനെ എന്തെങ്കിലും ഭീകര സ്വപ്നങ്ങൾ, വല്ലാത്തൊരുതരം മന്ത്രോച്ചാരണങ്ങളും മണികിലുക്കങ്ങളുമൊക്കെയുമായി എന്തൊക്കെയോ ആഭിചാര കർമ്മങ്ങളാണ് കാണുന്നത് മുഴുവൻ. ഇടയ്ക്കിടെ അവൾ ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരുന്നു. ഒടുവിൽ പുലർച്ചെ 5 മണിയോടുകൂടി അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. വല്ലാതെ ക്ഷീണിതയായിരുന്നു. തീരെ ഉറങ്ങാനായിട്ടില്ല. മുഖം കഴുകി വന്ന് ബൈബിൾ തുറന്ന് മുട്ടിന്മേൽ നിന്ന് കുറേ നേരം അവൾ പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്തോ ഒരപകടം വരാനിരിക്കുന്ന പോലെ അവൾ ഭയന്നു. ഒടുവിൽ എഴുന്നേറ്റ് താഴേക്ക് നടന്ന അവൾ ആരോ അടക്കം പറയുന്നത് കേട്ടു. പപ്പയും മമ്മിയുമാണ്. ഒളിച്ചിരുന്ന് കേൾക്കുന്നത് മോശമാണെന്ന് അവൾക്കറിയാം. എങ്കിലും തലേന്നത്തെ സംഭവങ്ങൾ അവളുടെ ഉള്ളിൽ തികട്ടി വരുന്നുണ്ടായിരുന്നു. അവൾ സ്റ്റെയർകേസിൽ തന്നെ നിന്ന് കാതോർത്തു. പപ്പ പറയുകയാണ്, ഇനി നമുക്കൊരു ചിത്രം മാത്രം മതി. അത് ഞാൻ ഇന്ന് സംഘടിപ്പിക്കും. ഞാനിന്ന് പള്ളിയിലേക്ക് പോവുകയാണ്. ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, എനിക്കവനോടൊന്ന് സംസാരിക്കുക കൂടി വേണം. മോൾക്ക് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അമ്മയുടെ ശബ്ദം. കുഴപ്പമില്ല, എന്നായാലും അവൾ അറിയും. അതൊക്കെ പോട്ടെ, നീ ഈ ചെയ്തിരിക്കുന്ന വർക്ക് മനോഹരമായിരിക്കുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് നീ ഇങ്ങനെ മെനഞ്ഞെടുത്തു എന്നെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവർ മറുപടി ഒന്നും പറഞ്ഞ് കേട്ടില്ല. സ്റ്റെല്ല പതിയെ താഴേക്കിറങ്ങി. മരത്തിന്റെ പടികളാണ്. ശബ്ദം കേട്ടതും താഴെ നിന്നുള്ള രഹസ്യം പറിച്ചൽ നിലച്ചു. മോളെന്താ ഇത്ര നേരത്തെ? ഹാളിലേക്ക് വന്ന വാൾട്ടറുടേതാണ് ചോദ്യം. നിങ്ങൾ രണ്ടാളും നേരത്തെ തന്നെയാണല്ലോ. മറുപടിയായി വാൾട്ടർ ഒന്ന് പുഞ്ചിരിച്ചു. വൈകിട്ട് 4 മണിക്ക് നമുക്ക് പുറപ്പെടണം. 8 മണിക്കാണ് ഫ്ലൈറ്റ്. നീ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? അവൾ ഒന്നും മിണ്ടിയില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അടുക്കളയിലേക്ക് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എല്ലാം കഴിഞ്ഞ് 9 മണിയോടെ സ്റ്റെല്ല റെഡിയായി പുറത്തേക്കിറങ്ങി. നീ ഇന്ന് പള്ളിയിൽ പോകണ്ട സ്റ്റെല്ല, ഞാനിന്നലെ പറഞ്ഞിരുന്നതല്ലേ. വാൾട്ടർ അവളെ തടഞ്ഞു. എനിക്ക് പോകണം, പ്ലീസ്. ഞാൻ ആ പ്രൊഫസറുടെ കൂടെ പോകുമൊന്നുമില്ല. പപ്പ പേടിക്കണ്ട. അവൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ തൻ്റെ കാറിലേക്ക് കയറി യാത്രയായി. ഇന്നലെ മുതൽ അവളുടെ സ്വഭാവത്തിൽ സാരമായ മാറ്റം വന്നിരിക്കുന്നത് വാൾട്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവൾക്ക്. സ്റ്റെല്ല അതിവേഗം തൻ്റെ കാർ പായിച്ചു. 9:30 മുൻപ് പള്ളിയിലെത്തണം. എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഞായറാഴ്ച പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല ഇതുവരെ. അവളുടെ എല്ലാ ടെൻഷനുകൾക്കും ഒരാശ്വാസം കിട്ടുന്നത് അവിടെയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിട്ട് കാണും. അവൾക്ക് പുറകിലായി ഒരു ടൊയോട്ട പ്രിയസ് കാർ പ്രത്യക്ഷപ്പെട്ടു. ആദ്യമൊന്നും അവളത് ശ്രദ്ധിച്ചില്ലെങ്കിലും റിയർവ്യൂ മിററിലൂടെ ആ കാറിന്റെ ഡ്രൈവർ തന്നോടെന്തോ ആംഗ്യം കാണിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സമയം തീരെയില്ല. അവൾ ശ്രദ്ധിക്കാതെ മുൻപോട്ട് തന്നെ പോയി. അപ്പോൾ അയാൾ ഹോൺ മുഴക്കിക്കൊണ്ട് അവൾക്ക് തൊട്ടുപുറകിൽ തൊട്ടു തൊട്ടില്ല എന്ന നിലയിൽ പിന്തുടരാൻ തുടങ്ങി. അതോടെ അവൾക്ക് ഭയമായി. തൻ്റെ കാർ പരമാവധി റോഡിന്റെ വലതുവശത്തേക്ക് ഒതുക്കി അയാൾക്ക് കടന്നു പോകാനായി അവൾ വഴിയൊരുക്കി കൊടുത്തു. ഏതാണ് ഈ ഭ്രാന്തൻ? എന്നാൽ ആ കാർ അവളെ മറികടന്നതും നേരെ അവൾക്ക് മുന്നിലേക്ക് കയറി പതിയെ ചവിട്ടി നിർത്തി. അവൾക്കും മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഇടതുവശത്തുകൂടി ഒരു കൂറ്റൻ ട്രക്ക് വരുന്നുണ്ട്. അവളും തൻ്റെ കാർ നിർത്തി. ആ ട്രക്ക് കടന്നുപോയതും ടൊയോട്ടയിൽ നിന്നും ഡ്രൈവർ വെളിയിലിറങ്ങി. തലകുനിച്ച് സ്റ്റെല്ലയുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. സ്റ്റെല്ലയ്ക്ക് പക്ഷേ എത്ര ആലോചിച്ചിട്ടും അയാളെ മനസ്സിലായില്ല. വളരെ സുന്ദരനാണ് അയാൾ. ഏതാണ്ട് 35 വയസ്സ് പ്രായം വരും. 6 അടിയിലധികം ഉയരം. മനോഹരമായ വേഷവിധാനങ്ങൾ. മുട്ടോളം എത്തുന്ന ഒരു കോട്ട് ധരിച്ചിരുന്നു അയാൾ, ഷെർലക് ഹോംസിനെ പോലെ. അയാൾ നടന്ന് അവൾക്കരികിലെത്തിയതും കോട്ടിനുള്ളിൽ നിന്ന് ഒരു ഐഡന്റിറ്റി കാർഡ് പുറത്തെടുത്തു. ആ കാർഡ് കണ്ടതും കുറച്ചു നേരത്തേക്ക് സ്റ്റെല്ലയുടെ ശ്വാസം നിലച്ചുപോയി. FBI എന്ന് വലിയ നീലാക്ഷരങ്ങളിൽ എഴുതിയിരുന്ന ആ കാർഡിന് താഴെയായി സ്വർണ്ണ നിറത്തിലുള്ള FBI ബാഡ്ജും ഉണ്ടായിരുന്നു. സ്റ്റെല്ല തിടുക്കത്തിൽ ഗ്ലാസ് താഴ്ത്തി. യെസ്. ഹേയ് സ്റ്റെല്ല. ആ മനുഷ്യൻ പുഞ്ചിരിച്ചു. ഐ ആം സ്ട്രൈഡർ, ഫോക്സ് ട്രൈഡർ വിത്ത് ദ FBI. അയാൾ ആ കാർഡ് അവൾക്ക് വ്യക്തമായി കാണത്തക്ക വിധം ഉയർത്തിപ്പിടിച്ചു. ഓക്കെ, എന്താണ് പ്രശ്നം? സ്റ്റെല്ലയുടെ മുഖത്തെ ഭയപ്പാട് കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചുപോയി. ഒന്നും കൊണ്ടും പേടിക്കണ്ട സ്റ്റെല്ല, ഒരു പ്രശ്നവുമില്ല ഇവിടെ. എനിക്ക് ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ നമ്പർ തരാം. എന്നെ പിന്നീട് വിളിച്ചാലും മതി. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സൗകര്യമായിരിക്കും. കാരണം നിങ്ങളിന്ന് വൈകിട്ട് ട്രാവൽ ചെയ്യുകയല്ലേ. അതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? എൻ്റെ പേരെങ്ങനെ മനസ്സിലായി?
സ്റ്റെല്ലയുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് അവൾ ഒരു FBI ഏജന്റിനെ നേരിൽ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല സ്റ്റെല്ല, ഐ ആം വിത്ത് ദ FBI. ഈ രാജ്യത്ത് ആരുടെ വിവരം വേണമെങ്കിലും തപ്പിയെടുക്കാനുള്ള സോഴ്സ് ഇല്ലേ ഞങ്ങൾക്ക്? സ്റ്റെല്ല എന്താ കൊച്ചുകുട്ടികളെ പോലെ? പോലീസിനെ പേടിയാ? അയാൾ വീണ്ടും മനോഹരമായി പുഞ്ചിരിച്ചു. ഞാൻ ചർച്ചിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഇനി എന്തായാലും ഈ വിഷയം എന്താണെന്നറിയാതെ അവിടെ ചെന്നിരുന്നാൽ എനിക്ക് സമാധാനമുണ്ടാകില്ല. സോ പ്ലീസ് നമുക്ക് സംസാരിക്കാം. എന്താ അറിയേണ്ടത് മിസ്റ്റർ ഫോക്സ്? വിചിത്രമായ അയാളുടെ പേരുച്ചരിച്ചപ്പോൾ അവൾക്ക് വല്ലായിക തോന്നി. എന്നെ ഫോക്സ് എന്ന് വിളിക്കണ്ട, പ്ലീസ് മിസ്റ്റർ സ്ട്രൈഡർ എന്ന് വിളിക്കൂ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ അവർ ഏതോ റെഡ് ഇന്ത്യൻ ടൗണിലായിരുന്നു അത്രേ, കാനഡയിൽ. ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റെഡ് ഇന്ത്യൻ ചീഫാണ് പ്രസവമെടുത്തത്. അങ്ങേരുടെ പേരാണ് എനിക്കിട്ടത്, ഫോക്സ്. ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുമായിരുന്നു എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പപ്പയോട്. അയാൾ പൊട്ടിച്ചിരിച്ചു. സ്റ്റെല്ലയ്ക്കും ചിരി വന്നു. വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യൻ്റേത്. ആദ്യം തോന്നിയ ഭയം പെട്ടെന്ന് തന്നെ മാറിയത് സ്റ്റെല്ല തിരിച്ചറിഞ്ഞു. വരൂ, നമുക്ക് ആ പുൽത്തകിടിൽ ചെന്നിരുന്ന് സംസാരിക്കാം. അയാൾ റോഡിന്റെ വലതുവശത്തായി കണ്ട കൂറ്റൻ സെമിത്തേരി ചൂണ്ടി പറഞ്ഞു. അയ്യോ, അവിടെയോ? സ്റ്റെല്ല ഞെട്ടി. വാ പെൺകുട്ടി, പേദങ്ങളൊക്കെ വെള്ളിയാഴ്ചയെ കാണും, അതും പാതിരാത്രിയിൽ. ധൈര്യമായിട്ട് വരൂ. അയാൾ സ്വാതന്ത്ര്യത്തോടെ അവളുടെ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചു. തുടർന്ന് നേരെ ശ്മശാനത്തിലേക്ക് കയറിപ്പോയ അയാളെ അവളും അനുഗമിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവക്കല്ലറുകൾക്കിടയിലൂടെ നടന്ന് അയാൾ വിശാലമായ ആ പുൽപ്പുറത്ത് ചെന്നിരുന്നു. സ്റ്റെല്ല, അവളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ച് അയാൾ സംസാരം തുടങ്ങി. FBI-യിൽ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് എൻ്റെ ജോലി. സ്പെഷ്യൽ ഏജൻ്റാണ് ഞാൻ. അധികമാർക്കും താല്പര്യമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പാരാനോർമൽ ഡിവിഷൻ. സ്റ്റെല്ല ഒന്നും മിണ്ടാതെ അയാൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നതേയുള്ളൂ. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത കേസുകൾ, ഉദാഹരണത്തിന് പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ, അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം, അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് എന്നെ ഏൽപ്പിക്കുക. ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു പാർട്ണർ പോലുമില്ല എനിക്ക്. ഇതൊക്കെ ഞാനുമായിട്ട് എന്താ ബന്ധം? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. സ്റ്റെല്ലയുമായി യാതൊരു ബന്ധവുമില്ല. എൻ്റെ ബന്ധം സ്റ്റെല്ലയുടെ പപ്പയുമായിട്ടാണ്, മിസ്റ്റർ വാൾട്ടർ ലെവിൻ. അദ്ദേഹത്തെപ്പറ്റി അറിയാനാണ് ഞാനിപ്പോൾ സ്റ്റെല്ലയെ വിളിച്ചത്. പപ്പയെപ്പറ്റി എന്തറിയാൻ? അതും FBI അന്വേഷിക്കാൻ മാത്രം എൻ്റെ പപ്പ എന്തു ചെയ്തിട്ട്? അവൾക്ക് മനസ്സിലായില്ല. നിന്റെ പപ്പയുടെ പെരുമാറ്റത്തിലോ ജീവിത രീതികളിലോ എന്തെങ്കിലും ദുരൂഹതകൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ സ്റ്റെല്ലയ്ക്ക്? അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് ചോദ്യം. അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. കള്ളം പറയാനാണോ സ്റ്റെല്ല ആലോചിക്കുന്നത്? നിന്റെ വീട്ടിലെ ബേസ്മെൻറ്റും അതിനകത്തെ ബഹളങ്ങളും ഒക്കെ എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല എന്ന് എന്നോട് പറയരുത്. പക്ഷേ ഇല്ലീഗലായിട്ട് എൻ്റെ പപ്പ... ഇല്ലീഗലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പ്രത്യേകതകൾ സ്റ്റെല്ലയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്? ഐ മീൻ അബ്നോർമലായിട്ട്, പാരാനോർമലായിട്ട്. അവൾ നിഷേധാർത്ഥത്തിൽ മുഖം വെട്ടിച്ചു. ലീഗലി എനിക്കിപ്പോൾ താങ്കൾ ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്ട്രൈഡറുടെ മുഖം വാടി. സ്റ്റെല്ലയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നും പറയണമെന്നില്ല. പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ പപ്പ വളരെ അപകടകാരിയാണ്. അതെന്താ? അവളുടെ ചുണ്ടുകൾ വിറച്ചു. ഞാൻ ആദ്യം മുതൽ പറയാം, അതാ നല്ലത്. കഴിഞ്ഞ 3 മാസങ്ങളായി ഒരു കേസിൻ്റെ പുറകെയാണ് ഞാൻ. ഒരു വല്ലാത്ത തരം കേസ്. കുറേ മരണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച്, വളരെ വിചിത്രമായ രീതിയിൽ. പൂർണ്ണ ആരോഗ്യവാന്മാരായ മനുഷ്യർ പെട്ടെന്നൊരു ദിവസം പിടഞ്ഞു വീണു മരിക്കുന്നു. ഹാർട്ട് പെട്ടെന്ന് നിന്നു പോവുകയാണ്, യാതൊരു കാരണവുമില്ലാതെ. അതുപോലെ ചിലർ നോക്കി നിൽക്കുമ്പോൾ അന്ധരായി പോകുന്നു. കണ്ണിലെ കൃഷ്ണമണി അപ്രത്യക്ഷമായി പോവുകയാണ്. വാട്ട്? സ്റ്റെല്ല സ്തംഭിച്ചുപോയി. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? എൻ്റെ പപ്പയുമായി ഇതിനെന്ത് ബന്ധം? വെറും കെട്ടുകഥകളല്ല സ്റ്റെല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ സഞ്ചരിക്കാത്ത സ്റ്റേറ്റുകളില്ല. ഈവൻ കാനഡയിലും അലാസ്കയിലും വരെ. മെക്സിക്കോയിലും ഈയടുത്ത് ഇങ്ങനെയൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്രേ. അതുകൊണ്ട് ഈ മരണം നടന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ പപ്പ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? മരണത്തിന് 2-3 ദിവസം മുമ്പ് അദ്ദേഹം ആ സ്ഥലങ്ങൾ സന്ദർശിക്കും. എന്തെങ്കിലും മെയിൻ്റനൻസ് പണിയുമായിട്ട് അയാൾ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കാണും. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് അബൌട്ട് മിസ്റ്റർ സ്ട്രൈഡർ? സ്റ്റെല്ല ക്രുദ്ധയായി ചാടി എഴുന്നേറ്റു. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ പപ്പ കാനഡയിൽ, മെക്സിക്കോയിൽ? എന്ത് അസംബന്ധമാണ്? ഇന്ന് വരെ ന്യൂ ഓർലാൻഡ്സ് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എൻ്റെ പപ്പ.
പണ്ട് മിലിറ്ററിയിലായിരുന്നപ്പോൾ വിയറ്റ്നാമിലോ മറ്റോ പോയതായി കേട്ടിട്ടുണ്ട്, അല്ലാതെ. ഫോക്സ് സ്ട്രൈഡർ വീണ്ടും മനോഹരമായി പുഞ്ചിരിച്ചു. സ്റ്റെല്ല അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ട്രൈഡർ ഒന്നും മിണ്ടാതെ തൻ്റെ ഫോൺ എടുത്ത് ചില ഫോട്ടോസ് തുറന്ന് അവൾക്ക് നീട്ടി. നോക്കൂ സ്റ്റെല്ല, നിന്റെ പപ്പയാണ്. മോസ്കോയിലെ ഒരു എയർപോർട്ടിലെ സെക്യൂരിറ്റി ക്യാമറ ദൃശ്യങ്ങളാണിത്. അവളുടെ ശ്വാസം നിലച്ചുപോയി. എന്തൊക്കെയാണിത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കും. സ്ട്രൈഡർ എഴുന്നേറ്റ് നിന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല സ്റ്റെല്ല. തൽക്കാലം നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മരണങ്ങൾ അതൊന്നും കൊലപാതകങ്ങളാണെന്ന് പറയാനാകില്ല. ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് റിപ്പോർട്ടുകളിൽ. അതുപോലെ തന്നെ മരണങ്ങൾ നടക്കുന്ന സമയത്ത് നിന്റെ പപ്പ തിരിച്ച് സ്വന്തം വീട്ടിലായിരിക്കും. സോ ഇതൊന്നുമായിട്ട് അയാളെ കണക്ട് ചെയ്യാനും സാധിക്കില്ല. പക്ഷേ അവൾ കിതച്ചു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ പപ്പ മിസ്റ്റർ വാൾട്ടർ ലെവിൻ വൂഡു എന്നൊരു ബ്ലാക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വാട്ട്? യെസ്. നിങ്ങൾ ശരിക്കും FBI തന്നെയാണോ? എന്ത് നോൺസെൻസാണ് നിങ്ങളീ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ കേസുകളാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. യു ആർ ആൻ ഇഡിയറ്റ്. സ്റ്റെല്ല തിരിഞ്ഞു നടക്കാനാഞ്ഞു. 17-ാം നൂറ്റാണ്ടിലെ ഏതോ അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ കരുതി ഇയാൾ സീരിയസായി കേസന്വേഷണവുമായി വന്നതാണെന്ന്. സ്റ്റെല്ല, അവൾ നിന്നുപോയി. വല്ലാത്തൊരു ആജ്ഞാശക്തി ഉണ്ടായിരുന്നു ആ വിളിക്ക്. നീ ഇനി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതുമായി ബന്ധമുള്ള എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടാകും. അറ്റ്ലീസ്റ്റ് ആ ബേസ്മെന്റിൽ അയാൾ എന്താണ് ചെയ്യുന്നത് എന്നെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടാകണം. ഞാൻ പോകട്ടെ, ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. അവൾ തിരിഞ്ഞു നടന്നു. ഒരേ ഒരു കാര്യം കൂടി. അയാൾ അവളുടെ തോളിൽ പിടിച്ചു നിർത്തി. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നത് എന്തിനാ? അതാരുടെ ഐഡിയ ആയിരുന്നു? തങ്ങൾ പോകുന്നത് ഇന്ത്യയിലേക്കാണെന്ന് തന്നെ അവൾ മനസ്സിലാക്കിയത് അപ്പോഴാണ്. പോകട്ടെ മിസ്റ്റർ സ്ട്രൈഡർ, എനിക്കിനി ഒന്നും പറയാനില്ല. അവളുടെ സ്വരം നന്നേ താണിരുന്നു. സെന്റ് ലൂയിസ് കത്തീഡ്രൽ, ന്യൂ ഓർലാൻഡ്സ്. സമയം 10:45 AM. തൻ്റെ മേഴ്സിഡീസ് ബെൻസുമായി അക്ഷമയോടെ കാത്തുകുടയ്ക്കുകയാണ് പ്രൊഫസർ സ്റ്റീവ് ലർക്കിൻ. പള്ളിയിലെ സർവീസ് കഴിഞ്ഞ് സകലരും പുറത്തിറങ്ങിയിരുന്നു. ചെറുപ്പക്കാരികൾക്കിടയിലൂടെ അയാൾ കണ്ണുകൾ ആർത്തിയോടെ സ്റ്റെല്ലയെ തേടി. എന്നാൽ അവൾ അവിടെ എങ്ങും ഉള്ള ലക്ഷണമില്ല. സമയം വൈകുന്തോറും അയാളുടെ മുഖം രൗദ്രമായിക്കൊണ്ടിരുന്നു. അവൾ വന്നില്ലെങ്കിൽ ചെയ്യേണ്ട പ്രതികാര നടപടികൾ ഓർത്ത് അയാൾ മുഷ്ടി ഞെരിച്ചുകൊണ്ടിരുന്നു. ഫോൺ കുറേ നേരമായി കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹെലനാണ്, അയാളുടെ മകൾ. അയാൾ മനഃപൂർവ്വം എടുക്കാതിരിക്കുകയായിരുന്നു. ഒടുവിൽ 5-ാമത്തെ വട്ടം ഫോൺ അടിച്ചപ്പോൾ, ഹലോ, എന്താ നിനക്ക് വേണ്ടത്? ഒരു പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിൽ നിനക്ക് ചിന്തിച്ചുകൂടെ ഞാൻ ബിസിയായിരിക്കുമെന്ന്? ഇന്നലെ നമ്മൾ കണ്ടതല്ലേ? ഇന്നൊരു കാര്യത്തിനും എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? നിന്റെ തള്ളയെ വിളിച്ചുകൂടെ നിനക്ക്? പപ്പ. അപ്പുറത്തു നിന്നും മകൾ വിങ്ങിപ്പൊട്ടുന്ന ശബ്ദം. എന്തു പറഞ്ഞാലും കരഞ്ഞാൽ മതി. 10-18 വയസ്സായ പെണ്ണാ നീ. സ്ട്രോങ് ആയിരിക്കണം. എന്താ വേണ്ടേ നിനക്കിപ്പോ? അയാളുടെ സ്വരത്തിൽ സ്റ്റെല്ല വരാത്തതിലുള്ള ഇച്ഛാഭംഗം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പപ്പയുടെ കൂടെ വന്നോട്ടെ? മമ്മയ്ക്ക് ഇന്നൊരു ഡേറ്റ് ഉണ്ട്. 30 വയസ്സ് പോലും ആകാത്ത ഒരു മനുഷ്യൻ. അവരിവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ. എനിക്ക് വയ്യ പപ്പ, മടുത്തെനിക്ക്. പ്ലീസ്, ഞാനിനി മമ്മയുടെ കൂടെ നിൽക്കുന്നില്ല. ഹോ, അയാൾക്കാകെ കലികയറി. സ്ഥിരമായിട്ടോ? നന്നായിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും ചെയ്യാം. നീ കരയാണ്ടിരിക്കെ, ഞാൻ വൈകിട്ട് വരാം. ദേഷ്യത്തിൽ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഡിവോഴ്സിന് ശേഷം മകൾ ഹെലൻ ആഴ്ചയിൽ 2 ദിവസം പപ്പയുടെ കൂടെയും ബാക്കി ദിവസങ്ങൾ അമ്മയുടെ കൂടെയും എന്നാണ് കോടതി വിധി. വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മകൾ അവർ 2 പേർക്കും ഒരു ബാധ്യതയായി. പ്രൊഫസർ ഒരു പ്രാവശ്യം കൂടി പള്ളിപ്പരിസരമാകെ വീക്ഷിച്ചു. പിന്നെ പല്ല് ഞെരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നാണ് അയാളുടെ വലതുവശത്തായി ഗ്ലാസിൽ എന്തോ വന്നടിച്ചത്. ഗ്ലാസ് വിണ്ട് കീറിപ്പോയി. വാട്ട് ദ... ഉറക്കെ എന്തൊക്കെയോ അസഭ്യപദങ്ങൾ ഉരുവിട്ടുകൊണ്ട് തിരിഞ്ഞ പ്രൊഫസർ ലർക്കിൻ വിറങ്ങലിച്ചു പോയി. വലിയൊരു പൈപ്പ് റെഞ്ചും കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തൊരാൾ നിൽക്കുന്നു. വാൾട്ടർ ലെവിൻ. അയാൾ തിടുക്കത്തിൽ വണ്ടി ഗിയറിലേക്കിടാൻ ശ്രമിച്ചപ്പോൾ വാൾട്ടർ ഓങ്ങി ഒരടി കൂടി അടിച്ചു. പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ ആ ഗ്ലാസ് തകർന്ന് തരിപ്പണമായി അകത്തേക്ക് വീണു. വണ്ടിയെടുത്താൽ നായിൻ്റെ മോനെ, അടുത്തടി നിന്റെ തലക്കിട്ടായിരിക്കും. വാൾട്ടർ അലറി. വാൾട്ടർ, പ്ലീസ് ഉപദ്രവിക്കരുത്. ലർക്കിൻ വിക്കി. നീ ആരെ പ്രതീക്ഷിച്ച ഇവിടെ കിടക്കുന്നേ? നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വാൾട്ടർ. ഞാൻ പറയട്ടെ? ഒന്നും പറയണ്ട.
ജസ്റ്റ് സ്മൈൽ. വാട്ട്? അതിന് മറുപടിയായി വാൾട്ടർ തന്റെ പോക്കറ്റിൽ നിന്നും സ്റ്റെല്ലയുടെ ആ ചെറിയ ക്യാമറ എടുത്ത് പ്രൊഫസറുടെ മുഖത്തേക്ക് പല ആവർത്തി ക്ലിക്ക് ചെയ്തു. മുഖം വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ അയാൾ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു ചിരി ചിരിച്ചു. പ്രൊഫസറുടെ രക്തം മരവിച്ചു പോകുന്ന ഒരു തരം ചിരി. പൊയ്ക്കോ നീ, എനിക്കിത് മതി, അയാൾ മന്ത്രിച്ചു. ഗെറ്റ് ലോസ്റ്റ് യു ബാസ്റ്റഡ്. വാൾട്ടർ തിരിഞ്ഞു നടന്നു. ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടു നിൽക്കാനേ പ്രൊഫസർക്കായുള്ളൂ. സമയം 8:15 PM. ലൂയിസ് ആംസ്ട്രോങ് ന്യൂ ഓർലാൻഡ്സ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയരുന്ന എമിറേറ്റ്സ് വിമാനം. പൈലറ്റ് സീറ്റ് ബെൽറ്റ് സൈൻ ഓഫാക്കിയ നിമിഷം വാൾട്ടർ ചാടി എഴുന്നേറ്റു. മാർഗരറ്റ് അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിലെ ക്ഷീണം കൊണ്ടായിരിക്കണം സ്റ്റെല്ല വിമാനത്തിൽ കയറിയതും ഉറങ്ങിപ്പോയിരുന്നു. തന്റെ ഹാൻഡ് ലഗേജും എടുത്ത് വാൾട്ടർ ടോയ്ലറ്റിലേക്ക് നീങ്ങി. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പുവരുത്തിയ ശേഷം അയാൾ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. പിന്നീട് തന്റെ ബാഗ് തുറന്ന അയാൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പ്രൊഫസർ ലർക്കിന്റെ മുടിയിഴകൾ എടുത്ത് വാഷ് കൗണ്ടറിൽ വെച്ചു. തുടർന്ന് അയാൾ പുറത്തെടുത്തത് ഒരു വിചിത്ര സാധനമാണ്. ചണനൂലുകൊണ്ടുണ്ടാക്കിയ ഒരു പാവ. തലേന്ന് രാത്രി മാർഗരറ്റ് മെനഞ്ഞുണ്ടാക്കിയതാണത്. ആ പാവ തന്റെ കയ്യിൽ മലർത്തിപ്പിടിച്ച അയാൾ ബാഗിൽ നിന്നും പ്രൊഫസർ ലർക്കിന്റെ ഒരു ഫോട്ടോ പുറത്തെടുത്ത് പാവയുടെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ മുടിയിഴകളിലൊന്ന് സൂക്ഷ്മമായി അയാൾ ആ പാവയുടെ ശരീരത്തിൽ അമർത്തി ചുറ്റിപ്പിടിച്ചു. വീണ്ടും പ്രാർത്ഥന തുടർന്നു. ആ നിമിഷം വിമാനം ഒന്ന് കുലുങ്ങി. വിമാനം എന്തോ ഒരു ടർബുലൻസിൽ പെട്ടിരിക്കുന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. പൈലറ്റിന്റെ ശബ്ദം സ്പീക്കറിലൂടെ മുഴങ്ങി. വാൾട്ടർ കണ്ണു തുറന്നതും വിമാനം ശാന്തമായി. തുടർന്ന് അയാൾ തന്റെ പോക്കറ്റിൽ നിന്നും 2 ടൂത്ത് പിക്കുകൾ പുറത്തെടുത്തു. പ്രൊഫസറുടെ ഫോട്ടോയിലേക്ക് നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാളാ പാവ കൗണ്ടറിന് മുകളിൽ വെച്ച് ഫോട്ടോയിലെ 2 കണ്ണുകളിലൂടെയും ഓരോ ടൂത്ത് പിക്കുകൾ വീതം ആ പാവയിലേക്ക് കുത്തിയിറക്കി. അതേസമയം ഡ്രഗ്സ് അവന്യൂ ന്യൂ ഓർലാൻഡ്സ്. പ്രൊഫസർ ലർക്കിൻ മകളെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. നീയും നിന്റെ അമ്മയും കൂടി എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, എനിക്കറിയാം. എന്താ പപ്പ ഈ പറയുന്നേ? ഹെലന് സങ്കടം വന്നു. ഈ അടുത്ത എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യും. ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതിലും ഭേദം അതാ. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കും ഒരു ലൈഫുണ്ട്. തുടർന്നെന്തോ പറയാനാഞ്ഞതാണ് അയാൾ. പെട്ടെന്ന് അയാളിൽ നിന്ന് ഒരു ഭീകരമായ ആർത്തനാദമുയർന്നു. ഒപ്പം 2 കൈകളും സ്റ്റിയറിംഗിൽ നിന്ന് വിട്ട് അയാൾ തന്റെ കണ്ണുകൾ അമർത്തി പിടിച്ചു. എന്തു പറ്റി പപ്പ? ഹെലൻ നടുങ്ങിപ്പോയി. ബ്രേക്ക് ചെയ്യ് പപ്പ, മുൻപിൽ ഇനി റോഡില്ല, അവൾ അലറി. പ്രയോജനമുണ്ടായില്ല. കൊടുംവളവിൽ നിയന്ത്രണം വിട്ട കാർ മുൻപിലെ അത്യഗാധമായ കൊക്കയിലേക്ക് പതിച്ചു. ഒരു ചാട്ടുളി പോലെ ആ കാർ നിലം തൊടാതെ കുറേ നേരം വായുവിലൂടെ പറന്നു. ഒടുവിൽ മുൻവശം എവിടെയോ തൊട്ടതും അത് മലക്കം മറിയാൻ ആരംഭിച്ചു. ഒരു പടുകൂറ്റൻ റെഡ്വുഡ് മരത്തിൽ ഇടിച്ചാണ് ആ മരണപ്രയാണം അവസാനിച്ചത്. അപ്പോഴേക്കും കാർ തകർന്ന് തരിപ്പണമായിരുന്നു. ഹെലനാണ് ആദ്യം ബോധം വീണത്. പപ്പ, എന്താ ഉണ്ടായത്? അവൾ അയാളെ കുലുക്കി വിളിച്ചു. പ്രൊഫസർ ലർക്കിൻ തന്റെ നെഞ്ചിൽ ഹൃദയഭാഗത്തായി അള്ളിപ്പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ്. പപ്പ, ആർ യു ഓക്കെ? അവൾ അയാളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. ഒന്നേ നോക്കിയുള്ളൂ. രക്തം മരവിച്ചു പോകുന്ന കാഴ്ചയാണ് ഹെലൻ കണ്ടത്. പ്രൊഫസറിന്റെ 2 കണ്ണുകളിലും കൃഷ്ണമണി അപ്രത്യക്ഷമായിരുന്നു. അടുത്ത ഭാഗം